ജനഹൃദയങ്ങളിൽ ആവേശം നിറച്ചാണ് പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നും യാത്രയായത്. ശക്തികേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നരേന്ദ്രമോദിയുടെ സന്ദർശനം പാർട്ടി പ്രവർത്തകരിലും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. माता की भारत माता की भारत माता की वंदे मातरम वंदे मातरम. ജനമനസ്സുകൾ കീഴടക്കുന്നതിൽ നരേന്ദ്രമോദിയുടെ സാമർഥ്യം സമാനതകളില്ലാത്തതാണ്. മണിക്കൂറുകൾ കാത്തിരുന്ന് തളർന്നവരിൽ ആവേശം നിറക്കുന്ന മോദിയുടെ സാന്നിധ്യം ഇക്കുറിയും കേരളം അനുഭവിച്ചറിഞ്ഞു. നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് മാത്രമായി നടന്ന ശക്തികേന്ദ്ര ഇൻചാർജ് സമ്മേളനത്തിന് ശേഷം പുത്തൻ ഉണർവുമായാണ് ഓരോരുത്തരും മടങ്ങിയത്. ഞങ്ങളുടെ ഉള്ളില് ആ ഒരു ഊർജം ശരിക്കും മോദിജി വന്നു. ഇന്നലെയും വന്ന് മോദിജിയെ കണ്ടു, തൃശ്ശൂർ പോയി കണ്ടു. ഞങ്ങൾക്ക് എത്ര കണ്ടാലും മോദിജിയെ കണ്ടാൽ മതിയാവില്ല. ഇനിയും മോദിജി വരണം, അത് തന്നെയാണ് ഞങ്ങളുടെ ഊർജം. ഇനിയുള്ള 100 ദിനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങളാണെന്നും അതിനായി ഓരോ പ്രവർത്തകനും കഠിന പ്രയത്നം നടത്തണമെന്നുമായിരുന്നു സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും വലിയ മാറ്റങ്ങൾ പ്രകടമാകുമെന്ന് പ്രവർത്തകർ പ്രതീക്ഷ പങ്കുവച്ചു. ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് അക്കൗണ്ട് തുറക്കുന്നില്ല. ഏകദേശം 3-4 സീറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, വിജയിക്കും തീർച്ചയായിട്ടും. മോദിന്റെ ഇടീ പഞ്ചായത്തിലേക്ക് ഉണ്ടല്ലോ മോദിന്റെ ജനക്ഷേമ പരിപാടി, ജൻധൻ യോജന ആകട്ടെ, മുദ്രാ ലോണിന്റെ പരിപാടിയായിട്ട് എന്തെല്ലാം അയാൾ ഈ നടപ്പിലാക്കി അതെല്ലാം ജനങ്ങൾക്ക് തലമട്ടത്തിൽ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് കേരളത്തിൽ ഇനി വന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത്ര തന്നെ വിവരം നൽകുന്നത് ഉറപ്പായിട്ട്. ഇന്നലെ കൊച്ചിയിൽ നടന്ന റോഡ് ഷോയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഇന്ന് രാവിലെ ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ അതിരാവിലെയും ജനങ്ങൾ എത്തിയിരുന്നു. ഗുരുവായൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് പോയ നരേന്ദ്രമോദിയെ വഴിയരികിൽ കാത്തിരുന്നത് ആയിരക്കണക്കിന് ജനങ്ങളാണ്. ജനം, കൊച്ചി.